എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെ അല്ലേ. പിന്നെ കട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? എനിക്ക് അതുകൊണ്ട് കട്ട് ചെയ്യുന്നതിലോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ സ്ക്രീൻ ടൈം കുറവോ അല്ലെങ്കിൽ ലാലേട്ടനൊക്കെ ഡയലോഗില്ല അങ്ങനെയൊന്നുമില്ല. ആ ഐ കോൺടാക്റ്റിൽ തന്നെ അല്ലാണ്ട് ക്ലിയർ ആവുന്നുണ്ട് പടത്തിൽ. വെറുതെ കുറേ ഡയലോഗ് കയറ്റി നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. മ്യൂസിക് എനിക്ക് ലൂസിഫറിൻ്റെ അത്രയ്ക്ക് ഇഷ്ടമായില്ല. അത് യോജിക്കുന്നില്ല. കാരണം ഇതിൽ സെൻസർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. കൊള്ളായിരുന്നു. സെൻസർ ചെയ്ത അലമ്പായിരിക്കും. കുഴപ്പമില്ല, ചുമ്മാ ഇവർ ഈ കോമൺ ഓൾറെഡി പറഞ്ഞു അങ്ങനെ സ്ക്രീൻ ടൈം കുറവോ അല്ലെങ്കിൽ ലാലേട്ടനൊക്കെ ഡയലോഗില്ല അങ്ങനെയൊന്നുമില്ല. ആ ഐ കോൺടാക്റ്റിൽ തന്നെ അല്ലാണ്ട് ക്ലിയർ ആവുന്നുണ്ട് പടത്തിൽ. വെറുതെ കുറേ ഡയലോഗ് കയറ്റി നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. റീസെൻസറിങ്ങിൻ്റെ ആവശ്യം അത് മിക്സഡ് ഇതാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയതായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഏജ് ഗ്രൂപ്പിലെല്ലാവരും ഹോളിവുഡ് പടത്തിൽ അത്യാവശ്യം കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാർക്കോ എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ അവിടെയൊന്നും നമ്മൾ ആ നെഗറ്റീവിലെ എടുക്കാണ്ടിരുന്നാൽ മതി. ന്യൂട്രലായിട്ട് കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. മേ ബി അതെ, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എൻ്റർടൈൻമെൻറ്റിനാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ആ ഒരു 3 hours ഡെലിവർ ചെയ്തു. ലാലേട്ടൻ്റെ ഫാൻസിന് ചിലപ്പോൾ ഒന്നുകൂടി ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം ലാലേട്ടൻ്റെ ഡയലോഗോ കണ്ടൻറ്റോ ഇല്ല, അതൊരു കുറവുണ്ട്. ഭയങ്കര വൺ സൈഡഡ് ആയി പടം. കുറച്ചുകൂടെ ലൂസിഫറിൽ നമുക്ക് ഓവറോയിൽ നല്ല കമ്മ്യൂണിക്കേഷനാണ്. ആ ഒരു ഡെപ്ത് ഇല്ല. ഭയങ്കര പടം വൺ സൈഡഡ് ആയിപ്പോയി എന്നുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. ഫസ്റ്റിലാണെങ്കിൽ ഫസ്റ്റിനെക്കാട്ടിയും സെക്കൻഡ് വരുമ്പം ഫുൾ ബാക്ക് സ്റ്റോറിയാണ് പോകുന്നത്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും അങ്ങനെ ഫുൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് തോന്നിയത്. അല്ലാണ്ട് ഫിലിമിലൊരു ബാഡില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു തോന്നിയിട്ടൊന്നുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറഞ്ഞുണ്ട്. എന്നാൽ റീസൺസ് തന്നെ ആവശ്യമൊന്നുമില്ല. നല്ല മൂവിയാണ്, ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. നല്ല മൂവിയാണ്, അടിപൊളി. നല്ലുണ്ട്. ആവറേജാ, കുഴപ്പമില്ല. ആവറേജ് വേണം അത്ര. പൊളി പൊളി, നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. അല്ല, നമ്മൾ എന്താ പറയുക, ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നും ഇട്ടില്ല. പക്ഷേ കൊള്ളായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അവസാനമൊക്കെ ആയപ്പോൾ എന്തായാലും അടുത്ത പാട്ട് വേറെ ലെവലായിരിക്കും. ഒരു മലയാള സിനിമ ആണെന്ന് എനിക്കത്തൊരു ഫീലൊന്നും കിട്ടത്തില്ല. വെച്ചാൽ അമ്മാതിരി അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. നല്ലതായിരുന്നു. എടുത്ത് പറയാനായിട്ടുള്ള ലാലേട്ടനും പൃഥ്വിരാജും തന്നെ എടുത്ത്. മ്യൂസിക് എനിക്ക് ലൂസിഫറിൻ്റെ അത്രയ്ക്ക് ഇഷ്ടമായില്ല. പക്ഷേ എന്നാലും നല്ലത് തന്നെയായിരുന്നു. 3 മണിക്കൂർ കാണാനുള്ളതുണ്ട്. അടിപൊളിയായിരുന്നു. കൊള്ളാം, അടിപൊളി മൂവി. എല്ലാം അടിപൊളി, എടുത്തു പറയാനൊന്നുമില്ല. എല്ലാം അടിപൊളി, 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 സൂപ്പർ, എല്ലാം നൈസായിരുന്നു. കൊള്ളായിരുന്നു. അടിപൊളി പടമായിരുന്നു. വോത്താണ്. നല്ല പടം, നന്നായിരുന്നു. പ്രേമൊക്കെ സൂപ്പറായിരുന്നു. നല്ല പടമായിരുന്നു. മോഹൻലാൽ നന്നായിരുന്നു. കുറേ കാലത്തിന് ശേഷം മോഹൻലാലിൻ്റെ അടിപൊളി പടമായിരുന്നു. നൈസ്, നല്ലതായിരുന്നു. സൂപ്പർ. ലാലേട്ടൻ നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് നന്നായിട്ടുണ്ട്. സൂപ്പർ. കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം, കണ്ടിരിക്കാനൊക്കെ കൊള്ളാം. അടിപൊളി, കിടില സിനിമ. ലാലേട്ടൻ്റെ സ്ക്രീൻ സ്പേസ് കുറവാണേലും ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കേട്ടായിരുന്നു. പക്ഷേ എനിക്കത്ര തോന്നിയില്ല. എനിക്ക് നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത്. എനിക്ക് അത് യോജിക്കുന്നില്ല. കാരണം ഇതിൽ സെൻസർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. കൊള്ളായിരുന്നു. സെൻസർ ചെയ്ത അലമ്പായിരിക്കും. മറ്റേ ഫൈറ്റ് സീനാണെങ്കിലും അല്ലാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ. നെഗറ്റീവ് അടിക്കാൻ മാത്രമേ എനിക്ക് പേഴ്സണലി നെഗറ്റീവ് അടിക്കാനും വേണ്ടി ഒന്നും തോന്നിയില്ല. പോസിറ്റീവ് തന്നെയാണ്. എല്ലാം നല്ലോണം എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെ അല്ലേ. അപ്പോൾ പിന്നെ കട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? എനിക്ക് അതുകൊണ്ട് കട്ട് ചെയ്യുന്നതിലോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അതെയാണ് ഒരു സിനിമയായിട്ട് തന്നെ കണ്ടാൽ മതി എന്നുള്ള ഒപ്പീനിയനാണ്. അല്ല, എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയില്ല. മൊത്തത്തിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു സിനിമ. പിന്നെ കുറേ പേരിങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ല എന്നൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടതിലേക്ക് എനിക്ക് അടിപൊളിയായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ട്. എനിക്ക് ലാഗ് ഇഷ്യൂ എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നിയില്ല. ലാഗ് ഇഷ്യൂ എല്ലാം നല്ല ആദ്യം തൊട്ട് അവസാനം വരെയും നല്ലോണം കണ്ടു തീർക്കാൻ പറ്റിയൊരു പടമാണ്.